എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തുമ്പികൾക്കും പൂമ്പാറ്റകൾക്കും പിന്നാലെ ഓടി നടന്ന ഒരു കാലം, അപ്പയോടും കുറുന്തോട്ടിയോടും സംസാരിച്ച് നടന്ന ഒരു കാലം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അതിനിടക്കാണ് എന്നെ പിടിച്ച് സ്കൂളിൽ ചേർത്തുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ സംഭവ ബഹുലമായ സ്കൂൾ ജീവിതത്തെക്കുറിച്ചാണ്. 6ാമത്തെ വയസ്സിൽ സ്കൂളിൽ ചേർത്തി. അതോടുകൂടി എല്ലാ കളികളും അവസാനിച്ചു. രാവിലെ 10 മണി മുതൽ 4 മണി വരെ സ്കൂളിൽ. എന്നാൽ ഉമ്മ വിചാരിച്ചതുപോലെ ഞാൻ എന്നും സ്കൂളിൽ പോയിരുന്നില്ല. എന്തോ ചില കാരണങ്ങളാൽ എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അതിയായ ദാരിദ്ര്യം, കടുത്ത ദാരിദ്ര്യം. അതുപോലെ സ്കൂളിലേക്ക് പോകുമ്പം ധരിക്കാൻ വസ്ത്രങ്ങളില്ല, നോട്ട്ബുക്കില്ല, സ്ലേറ്റ് ഇല്ല. അന്ന് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്നവരെല്ലാം വ്യത്യസ്തമായ വസ്ത്രം ധരിച്ച് വരുമ്പോൾ, ബുക്കും നോട്ട്ബുക്കുകളും സ്ലേറ്റും എല്ലാം കൊണ്ട് സ്കൂളിൽ വരുമ്പോൾ എനിക്കാണെങ്കിൽ അന്ന് നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല, നോട്ട്ബുക്കുകൾ ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അപ്പോൾ ഒരു വെള്ളമുണ്ട് അലക്കിയാൽ പിറ്റേ ദിവസം അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഉമ്മയുടെ പട്ടം ഒതുത്തുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അത്രയും കടുത്ത ദാരിദ്ര്യം അന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ സ്കൂളിൽ പോകാൻ എനിക്ക് മടിയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്നും സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് പോയി. എൻ്റെ വീട്ടിൽ നിന്നും വലിയൊരു പറമ്പിലൂടെ നടന്നിട്ട് വേണം റോട്ടിലെത്തണമെങ്കിൽ. പറമ്പിൽ ചുറ്റും കാടുകളാണ്. ഞാനൊരു ദിവസം സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ കാടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. ആ വഴിക്ക് പോയ ഒരാൾ നാട്ടിൽ എന്നെ കണ്ടു. ഇദ്ദേഹം ഇത് എൻ്റെ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ ഒരു വടിയും കൊണ്ട് എൻ്റെ അടുത്തെത്തി. അന്ന് അടിച്ച് എന്നെ സ്കൂളിലേക്ക് ഓടിച്ചു. അന്ന് ആ പറമ്പിലിട്ട് ആ പറമ്പ് മൊത്തം ഉമ്മയെ ഞാൻ ഓടിപ്പിച്ചു. പക്ഷേ ഉമ്മാക്ക് എന്നെ കിട്ടിയില്ല. പാടത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഉമ്മ കരുതി ഞാൻ സ്കൂളിലേക്ക് പോയി കാണുമെന്ന്. പക്ഷേ അന്ന് ഞാൻ സ്കൂളിൽ എത്തിയിരുന്നില്ല. 4 മണിയായപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഉമ്മയോട് സ്കൂളിൽ പോയി എന്നന്ന് കള്ളം പറഞ്ഞു. അന്ന് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടായിരുന്നില്ല. അന്ന് കൃത്യമായ ഗൈഡൻസ് തരാൻ വീട്ടിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഇതുപോലെ നല്ല മഴയുള്ള സമയം ഞാൻ സ്കൂളിലേക്ക് പോയില്ല. ഉമ്മയും അമ്മായും കൂടി എന്നെ 2 ഭാഗം പിടിച്ച്, നല്ല മഴ പെയ്യാണ്, റോഡ് മൊത്തം കുണ്ടും കുഴികളാണ്, ഈ ചളിയിലൂടെയാണ് എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത്. സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് ടീച്ചറോട് പറഞ്ഞു, ഇനി ഇവനെ നിങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞേക്കണ്ട, ഇവിടെ കെട്ടിട്ടോ. ഇവന് വീട്ടിലെത്തിയാൽ പിന്നെ സ്കൂളിലേക്ക് വരില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്കൂളിലേക്ക് പോകാൻ മടി കാണിച്ചു. പക്ഷേ അന്ന് ചില ദിവസങ്ങളിൽ സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. നല്ല ചെറുപയറും ചോറും കടലക്കറിയും ചോറും. വീട്ടിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം കിട്ടാനില്ല. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഈ ഭക്ഷണം അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്കൂളിൽ എത്തുമ്പോഴുള്ള ആകെ പ്രതീക്ഷ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടും എന്നുള്ളതായിരുന്നു. അന്ന് വിശപ്പടക്കാൻ വേണ്ടി എത്രയോ ദിവസം ഞാൻ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. സ്കൂള് ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സംഭവ ബഹുലമായിരുന്നു. 3ാം ക്ലാസ് എത്തുമ്പോഴേക്ക് ഞാൻ റെഗുലറായി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും സ്കൂളിൽ പോകേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായി തുടങ്ങി. 3ാം ക്ലാസ് എത്തുമ്പോഴാണ് ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങുന്നത്. കയ്യിൽ കിട്ടുന്ന ഏത് പുസ്തകങ്ങളും ഞാൻ വായിച്ചു തുടങ്ങി. 3ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ ലീഡർ ഞാനായിരുന്നു. എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് മെയിൻ റോഡാണ്. ചെമ്മാട് തൃക്കുളം സ്കൂൾ ചെമ്മാട് ടൗണിലായിരുന്നു. കുട്ടികൾ ഗേറ്റ് കടന്ന് റോഡിലേക്ക് പോകുന്നത് നോക്കാൻ വേണ്ടി അന്ന് ടീച്ചർമാർ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഞാൻ ചെറിയൊരു വടിയൊക്കെ പിടിച്ചിട്ട് ഈ ഗേറ്റിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ ഉച്ച സമയമാകുമ്പം ഭക്ഷണം കഴിച്ചിട്ട് ഈ കുട്ടികളൊക്കെ ഗേറ്റിന് പുറത്തേക്ക് ഓടും. ഈ ഓടുന്ന ആളുകളൊക്കെ ഞാൻ പിന്നാലെ ഓടി അടിച്ച് ഉള്ളിലേക്ക് തന്നെ ഓടിക്കും. ഇത് എനിക്കിന്ന് ഭയങ്കര രസമായിരുന്നു. അന്ന് ഞാനും അതുപോലെ തന്നെ എൻ്റെ കൂടെ മറ്റൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. കുട്ടികളെ ഗേറ്റിനുള്ളിലേക്ക് ഓടിച്ച് പറഞ്ഞയക്കും. അപ്പം ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അതുപോലെ അന്ന് ആ സ്കൂളിൽ ഒരു പ്യൂൺ ഉണ്ടായിരുന്നില്ല. ബെല്ലടിക്കൽ ഞങ്ങൾ കുട്ടികളായിരുന്നു. അന്ന് ഈ ബെല്ലിന് വേണ്ടി 4 എയും ബിയും ഒക്കെ തമ്മിൽ അടി കൂടും. മിക്ക ദിവസങ്ങളിലും ബെല്ല് ഞങ്ങളുടെ കയ്യിലാവും. ഞാനിരുന്ന ഡെസ്കിന് ചെറിയ അറ ഉണ്ടായിരുന്നു. ഈ അറൻ്റെ ഉള്ളിലാണ് അന്ന് ഞങ്ങൾ ബെല്ല് വെച്ചിരുന്നത്. എന്നിട്ട് അങ്ങനെ ഈ അറൻ്റെ ഉള്ളിൽ ബെല്ല് വെക്കും. ആ സമയമാകുമ്പോൾ ഞങ്ങൾ ഓടിപ്പോയി ബെല്ലടിക്കും. അങ്ങനെ ഈ ബെല്ലിന് വേണ്ടി അടി കൂടിയ ഒരു സംഭവം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കോട്ടി, സ്റ്റിക്കർ, കശുവണ്ടി, അല്ലെങ്കിൽ ഈ പറങ്കിമാങ്ങയുടെ അണ്ടി, ഇതെല്ലാം ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകും. അന്ന് വ്യത്യസ്തമായ വസ്ത്രം ധരിച്ച് നല്ല ബാഗൊക്കെ കൊണ്ടുവരുന്ന ഇഷ്ടം പോലെ കുട്ടികൾ അന്ന് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് ബുക്ക് ഇട്ടിരുന്നത്. പലപ്പോഴും പെൻസിലോ നോട്ട്ബുക്കൊന്നും എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല.
എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെയാണ് ഈ പെൻസിലൊക്കെ വാങ്ങി അല്ലെങ്കിൽ പേന വാങ്ങി ഞാൻ എഴുതിയിരുന്നത്. അങ്ങനെ ഒരു സ്കൂൾ കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിലെത്തി. ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. 3ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്താണ് എനിക്ക് പഠനത്തോട് താല്പര്യം കൂടി വരുന്നത്. 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങി. രാപ്പകലില്ലാതെ കൂടുതൽ ഞാൻ നന്നായി വായിക്കാൻ തുടങ്ങി. ബാലമംഗളം, ചെറിയ മാസികകൾ കിട്ടും. ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ ആർത്തിയോടെ വായിക്കുമായിരുന്നു. ഇംഗ്ലീഷും മലയാളവും ഞാൻ 4ാം ക്ലാസ് എത്തുമ്പോഴേക്കും നന്നായി എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്നു. അന്ന് കണക്കും ഞാൻ നന്നായി ചെയ്തിരുന്നു. 4ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ടീച്ചർമാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ഒരു മൂസക്കുട്ടി മാഷ് എന്നോട് എപ്പോഴും പറയും, നീ നന്നായി പഠിക്കണം, സ്കൂളിൽ എപ്പോഴും വരും, നന്നായി പഠിക്കണം, SSLC പാസ്സാവണം. അന്ന് ഒരുപാട് ഇദ്ദേഹം എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. പക്ഷേ ഞാൻ, എൻ്റെ ജ്യേഷ്ഠൻ, പെങ്ങന്മാർ ഒരു വിളക്ക് നടുവിൽ വെക്കും. എന്നിട്ട് അതിന് ചുറ്റുഭാഗത്ത് ഇരുന്ന് ഞങ്ങളിങ്ങനെ വായിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ വായിക്കുന്നിടയിൽ എൻ്റെ മുടി ഇങ്ങനെ കരിയുന്നുണ്ടാവും. പക്ഷെ ഇത് ഞാൻ അറിയുന്നില്ല, കാരണം എൻ്റെ ശ്രദ്ധ മൊത്തം വായനയിലാണ്. ഈ മുടി ഇങ്ങനെ കരിഞ്ഞിട്ട് ഇങ്ങനെ മണക്കും. ഈ മണം ദൂരത്തേക്ക് വരെ അനുഭവപ്പെടും. അപ്പം എൻ്റെ ഉമ്മ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ എൻ്റെ മുടി ഇങ്ങനെ കത്തിയിട്ട് കരിയുന്നുണ്ടാവും. അപ്പോൾ ഈ വിദ്യാർത്ഥി സ്കൂളിൽ വരുമ്പോൾ ടീച്ചർ ചോദിക്കും, എന്താ നിൻ്റെ മുടി കരിഞ്ഞിരിക്കുന്നത്? ഞാൻ പറയും, രാത്രി ഇരുന്ന് വായിക്കുന്നത് കൊണ്ടാണ്. അപ്പം അത്രയും ഞാൻ കുറേ നേരം ഇരുന്ന് വായിക്കും. അത് സ്കൂളത്തെ പുസ്തകമാകാം, മറ്റു ജനറൽ പുസ്തകങ്ങൾ, അതെന്തുമാവാം, ഞാൻ ഇരുന്ന് നന്നായി വായിക്കും. അപ്പം അങ്ങനെ ഒരു അനുഭവം കൂടി എനിക്കുണ്ടായിരുന്നു. ഒരിക്കലേ ഈ വിളക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ വിളക്കുമായി ഈ അഴലിൻ്റെ താഴെ പോയി എൻ്റെ ഡ്രസ്സ് റൂമിലിങ്ങനെ തിരയുമ്പോൾ പെട്ടെന്ന് ഈ വിളക്കിൽ തീയെ ഈ ഡ്രസ്സിലേക്ക് പിടിച്ചു. അത് കത്താൻ തുടങ്ങി. ഈ വെളിച്ചം കണ്ട് ഉമ്മ ഓടി വന്നു, ഡ്രസ്സിന് തീ പിടിച്ചിരിക്കുകയാണ്. ഉമ്മ വന്ന് അത് കെടുത്തി. ഇതുപോലെ മറ്റൊരു അനുഭവമാണ്, ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് വായിക്കുന്ന സമയത്ത് എൻ്റെ ബുക്ക് തട്ടി വിളക്ക് പെങ്ങളെ മടിയിലേക്കാണ് മറിഞ്ഞത്. ആകെ കത്താൻ തുടങ്ങി, ഡ്രസ്സാകെ പെങ്ങൾ ഓടി. അങ്ങനെ ഒരു അപകടം കൂടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ മണ്ണെണ്ണ വിളക്കുണ്ടാക്കിയ ചില അപകടങ്ങൾ. ഇങ്ങനെയുള്ള ഒരു സ്കൂൾ ജീവിതം, ഒരു പഠനകാലം എനിക്കുണ്ടായിരുന്നു. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു, ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും വരെ ഗുഡ് ബൈ.